ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇത് നമ്മുടെ ഞങ്ങൾ ഇത്രയും നാളിങ്ങനെ കുറേ ഷോർട്സും കാര്യങ്ങളൊക്കെ ആണല്ലോ ഇട്ടുകൊണ്ടിരുന്നത്. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. സോ ഇന്നൊരു സൺഡേ ആണ്. ഹായ് ഹായ് പറയും. കാർ സീറ്റിലൊക്കെ കിടത്തിയതിൻ്റെ ദേഷ്യമാണ് അറിയാമോക്ക്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഗ്ലോബൽ വില്ലേജിൽ പോവാണ് എല്ലാവരുമായിട്ട്. അമ്മ വന്നിട്ടുണ്ട്. അമ്മ 3.5 മാസത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഈയിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു. വെൽക്കം ബാക്ക്. അമ്മ വന്നതിൻ്റെ അന്ന് മുതൽ ചൂട് തുടങ്ങി. ഇന്നലെ വരെ നല്ല തണുത്ത കാലാവസ്ഥയായിരുന്നു. അമ്മ വന്ന് ചൂട് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, എനിവേ നമ്മളിപ്പോൾ നെസ്റ്റോയിൽ വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ഇനി നമ്മൾ നേരെ ഗ്ലോബൽ വില്ലേജിൽ പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് കാണാം. ഇവൻ എൻ്റെ ഫ്രണ്ട് സീറ്റ് അടിച്ചു മാറ്റിയേ. നിറയെ കയ്യിൽ ബാഗൊക്കെ ആയിട്ട് റിയമോളുടെ ബാഗ് സാധനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. മുടിയൻ ഹായ്. ഇന്ന് ആര് ഹായ് പറയട്ടെ? ഹായ്. അയ്യേ ഹായ് പറ. ഹലോ. ഇനിയിപ്പം അനുവൊക്കെ പറയും ഇത് എന്താ അളിയനൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ. അങ്ങനെയാണ് എല്ലാരും പറയണം കേട്ടാ. നിനക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല വീഡിയോ ഇടാൻ. അറിയാം. വാച്ചി അയ്യേ വൃത്തിയാണ് അമ്മ. അതിലും വലിയ വൃത്തിയാണ്. നിന്റെ ബൂട്ടി. ഹലോ അപ്പാ. ഹലോ. ഹായ്. പൊക്കോ, അപ്പ എടുത്ത് പൊക്കോ. എന്താ സന്തോഷം. പയ്യെ പയ്യെ എന്താ. ഫൈനലി ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിലെത്തി. ഏകദേശം ഒരു 4:30 ആയിട്ടുണ്ടാവും ഞങ്ങൾ എത്തിയപ്പോൾ കേട്ടോ. സാധാരണ ഞങ്ങളിവിടെ നൈറ്റാണ് കൂടുതലും വന്നിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഇത്രയും നേരത്തെ വരുന്നത് കേട്ടോ ഗ്ലോബൽ വില്ലേജിലെ. എനിക്ക് തോന്നുന്നു പക്ഷേ നൈറ്റ് കാണുന്നതാണ് കൂടുതലും ഭംഗിയെന്ന് എനിക്ക് തോന്നി കണ്ടപ്പോൾ. പിന്നെ എന്തായാലും ചായ കുടിക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ടല്ലോ. അവിടെ നിന്നൊരു കറക്റ്റ് ടീയും പിന്നെ സമൂസയൊക്കെ കഴിച്ചു ഞങ്ങൾ. ഇത് ഗ്ലോബൽ വില്ലേജിൽ തന്നെ പുറത്ത് ആ ടിക്കറ്റ് കൗണ്ടറിൻ്റെയൊക്കെ അടുത്തുള്ളൊരു കറക്റ്റിയുടെ ഷോപ്പായിരുന്നു കേട്ടോ. അവിടെ നിന്നാണ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചത്. ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിനകത്ത് ഇങ്ങനെ പല 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 ഷോപ്പുകളുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. ഞങ്ങളകത്തേക്കൊന്നും പോയില്ല. കുറേ ഫോറിനേഴ്സും ഒക്കെ നിന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ടേസ്റ്റ് ഓഫ് സിയാം, അമാംഗോ, അങ്ങനെ ഓരോ ഷോപ്പിനും ഓരോരോ പേരുകൾ ഒക്കെ ഉണ്ടായിരുന്നു. അമ്മ എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? കുറച്ചുകൂടി കാണുമ്പോഴത്തേനും എല്ലാവർക്കും വിഷമം കേട്ടോ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങളൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഷോപ്പ് ബോസ്നിയൻ ഹൗസ് എന്ന് പറഞ്ഞിട്ട്. ഇതിനകത്ത് ആ കാണുന്ന പോലെ അത് ബീഫിൻ്റെ പാറ്റിയാണ് കേട്ടോ. ബീഫിൻ്റെ പാറ്റി ഇങ്ങനെ ഗ്രില്ല് ചെയ്തിട്ട് ആ ഒരു ബ്രെഡ് പോലെ സൈഡിൽ വെച്ചേക്കുന്നില്ലേ, അതിനകത്ത് ഇങ്ങനെ മസാലയൊക്കെ ചേർത്തിട്ട് വെച്ചിരുന്ന സാധനമാണ്. പക്ഷേ 37 dirhams ആയിരുന്നു ഇതിൻ്റെ വില. നമ്മൾ അങ്ങനെ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കൂടുതൽ മേടിച്ചാലും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടോയെന്ന് അറിയില്ലല്ലോ. വലിയ പീസ് തരണേ എന്ന് ചോദിക്കുന്ന നീ എന്നെ കൊണ്ട് നാണം കളിപ്പിക്കും. എങ്ങനെയുണ്ടമ്മ ബോസ്നിയൻ എന്തോ സാധനം? കൊള്ളാം. ഇത്രയും നേരം വേണോ കൊള്ളാമോ നോക്കാൻ? ഹലോ, താങ്കൾക്ക് കിട്ടിയത് കൊള്ളാമോ? കൊള്ളാമോ?
ഇപ്പം ഞങ്ങളീ പോണത് ഒരു സ്റ്റണ്ട് ഷോ കാണാനാണ് കേട്ടോ. ഗ്ലോബൽ വില്ലേജ് വന്നിട്ടുള്ള എല്ലാവർക്കും അറിയായിരിക്കും തോന്നുന്നു. ഒരു 25 മിനിറ്റ്സിൻ്റെ ഷോയാണ്. അപ്പോൾ ഇവരുടെ ഫസ്റ്റ് ഷോ 6:30 ആയിരുന്നു. നമ്മൾ അതിന് തന്നെ പോയി. എല്ലാ വർഷവും വരുമ്പോൾ ഞങ്ങൾ ഈ ഷോ കാണാൻ പോകാറുണ്ട്. ഒരു തവണയാണ് ഞങ്ങൾ ആകെ ഇവിടെ വന്നിട്ട് ഈ ഷോ കാണാണ്ട് പോയിട്ടുള്ളൂ. അപ്പോൾ കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു തീമായിരുന്നു ഈ വർഷം ഇവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് വെറൈറ്റി വേറെ കാറുകളും വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് കഴിഞ്ഞ വർഷത്തെ ഷോകളാണ് കുറച്ചും കൂടെ ഇഷ്ടമായത് കേട്ടോ. ഇതാണ് ഗ്ലോബൽ വില്ലേജിലെ മെയിൻ സ്റ്റേജ്. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് അവിടെ ഒരു ഡാൻസ് പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഞങ്ങൾ ഈ ഡാൻസ് പ്രോഗ്രാമൊക്കെ കണ്ടു നിന്നിട്ടുണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഫൈനലി നമ്മൾ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെ അല്ലായിരുന്നു കേട്ടോ ഇത്തവണ. ഇന്ത്യ കാണാൻ നല്ല സുന്ദരിയായിരുന്നു. പിന്നെ ഞങ്ങൾ അകത്ത് പോയപ്പോഴത്തേനും അവിടെയും സ്റ്റേജിൽ പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെയും പ്രോഗ്രാംസൊക്കെ കണ്ടു നിന്ന് കുറച്ച് ഇങ്ങനെ ആക്സസറീസൊക്കെ ഇയർ റിങ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ പിന്നെയും പുറത്തേക്ക് ഇറങ്ങി. തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പിന്നെയും കണ്ടത് കേട്ടോ. അവിടെ നല്ല രസമുണ്ടായിരുന്നു. ലൈറ്റിങ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പകൽ കാണുന്നതിനേക്കാൾ നല്ല ഭംഗിയായിരുന്നു രാത്രി കാണാൻ. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ഷോപ്പിനെ പറ്റി പറയാതെ പോയാലും മോശമല്ലേ. നമ്മുടെ ഗ്ലോബൽ വില്ലേജിൻ്റെ എൻട്രൻസിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഷോപ്പാണ് കേട്ടോ, IC ട്രീറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ കുറേ വെറൈറ്റീസ് സോഫ്റ്റീസ് ഉണ്ട്. നമ്മുടെ ചോക്ലേറ്റ്, വാനില, സ്ട്രോബെറി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഏത് സോഫ്റ്റ് എടുത്താലും 10 dirhams ആണുള്ളൂ. ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ ഗ്ലോബൽ വില്ലേജിൻ്റെ ഈ സീസണിലെ ലാസ്റ്റ് വിസിറ്റാണ് അല്ലേ. ഇത് മൂന്നാമത്തെ തവണയാണ് നമ്മൾ ഗ്ലോബൽ വില്ലേജ് വരുന്നത്. ഇത് നമ്മുടെ ലാസ്റ്റ് വിസിറ്റ് ആയിരിക്കും. നമുക്ക് അടുത്ത സീസണിൽ കാണാം. ഓക്കെ, സോ വീഡിയോ നമ്മൾ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ഇനി ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോകും. ഓക്കെ, അതുവരേക്കും അടുത്ത വീഡിയോയിൽ കാണാം. കാണുന്നവരെ see you, bye bye. ബൈ പറ. ബൈ ബൈ.